17-ാമത്തെ വയസ്സിൽ ആറ്റിൽ കുളിക്കാൻ പോയ സ്വപ്നയുടെ ജീവിതത്തിൽ എന്തോ ഒരു ഭയം തട്ടി. ആ ഭയം അവളുടെ മനസ്സിൻ്റെ താളം തെറ്റുവാനിടയായി. ഗിൽഗാൽ ആശ്വാസ ഭവൻ കുടുംബത്തിൽ നിന്നും സ്നേഹവന്ദനം. സന്തോഷം മാത്രം നിറഞ്ഞു നിരുന്ന ഒരു കുട്ടിക്കാലം. പഠിച്ചും കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും സന്തോഷിച്ച ആ നല്ല നിമിഷങ്ങൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വപ്നയുടെ ജീവിതമാണ്. മാതാപിതാക്കൾ ഓമനിച്ച് വളർത്തിയ 2 പെൺമക്കൾ. അതിൽ ഇളയവളായിരുന്നു സ്വപ്ന, 17 വയസ്സ്. മാതാപിതാക്കളുടെയും സഹോദരിയുടെയും സ്നേഹവും കൂട്ടുകാരനൊപ്പമുള്ള സ്കൂൾ ജീവിതവും ആസ്വദിച്ച് കഴിയവേ വലിയ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടി അവൾ ഹയർ സ്റ്റഡീസ് പഠനം ആരംഭിച്ചു. ഒരിക്കൽ ആറ്റിൽ കുളിക്കാൻ പോയപ്പോൾ സ്വപ്നയുടെ ജീവിതത്തിൽ എന്തോ ഒരു ഭയം തട്ടി. ആദ്യം ആരും അത്ര കാര്യമാക്കിയില്ല. പിന്നീട് സ്വപ്നയുടെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഒറ്റയ്ക്കിരുന്നുള്ള സംസാരം, ഉറക്കമില്ലായ്മ, ആഹാരത്തോടുള്ള താല്പര്യക്കുറവ്, ബഹളം വയ്ക്കുക, കുളിക്കാനും വസ്ത്രം മാറാനും മടി കാണിക്കുക തുടങ്ങിയ മാറ്റങ്ങൾ കണ്ടപ്പോൾ മാതാപിതാക്കളുടെ ഹൃദയം തകർന്നു. 17 വയസ്സ് മാത്രമുള്ള സ്വപ്നയുടെ ഈ ഒരു അവസ്ഥ കണ്ട് ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. പ്രതീക്ഷകൾ മങ്ങുകയും ആരോട് സഹകരിക്കാതെയും ആരോട് മിണ്ടാതെയും മനസ്സിൻ്റെ താളം തെറ്റുകയും ചെയ്തതോടെ സ്വപ്നയുടെ ജീവിതം ഇരുട്ടിലേക്ക് വഴിമാറി. സ്വപ്നയുടെ ഈ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കി സ്വന്തം സഹോദരിയുടെ അപേക്ഷ പ്രകാരം കോട്ടക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ശുപാർശ പ്രകാരം ഞങ്ങൾ സ്വപ്നയെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഒരു കുന്നിൻ മുകളിലായിരുന്നു സ്വപ്നയുടെ വീട്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച അതിദാരുണമായ അവസ്ഥയായിരുന്നു. 27 വയസ്സുള്ള ഒരു യുവതി 1.5 വർഷമായി വസ്ത്രം മാറിയിട്ട്. അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത്രമേൽ ജീർണിച്ചു തുടങ്ങിയിരിക്കുന്നു. അവളുടെ പഴയകാല ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സും കണ്ണും നിറയാനിടയായി. വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവളുടെ ഉള്ളിൽ കയറിയ ഭയം അവളുടെ ജീവിതത്തിന് താളം തെറ്റുവാനിടയായി. അവളുടെ ആ ഭയം ആരോട് ഷെയർ ചെയ്യുവാനോ അവളുടെ വിഷമം ചോദിക്കുവാനോ ആരുമില്ലായിരുന്നു. സ്വപ്നയോട് സംസാരിക്കാനും അവളെ ആശ്വസിപ്പിക്കുവാനും അവളെ സമാധാനപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. എന്നാൽ അവളുടെ മാനസികാവസ്ഥ അത്രമാത്രം പ്രയാസത്തിലായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൂടെ ഉറക്കവും ഇല്ലായിരിക്കുകയൊക്കെ ഉണ്ട്. അതിൻ്റെ അവസ്ഥ കണ്ടിട്ടേ. ഞാൻ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിലെ FRI ആണ്, ഫീൽഡ് റെസ്പോൺസ് ഓഫീസർ. അഖില എന്നാണ് എൻ്റെ പേര്. അപ്പം ഒരാഴ്ചയാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട്. ഈ കുട്ടി വർഷങ്ങളായിട്ട് ചികിത്സയൊന്നും ഇല്ലാതെ വീടിനകത്ത് തന്നെ ഇരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് നമ്മളിന്ന് ഇവിടുന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യാനായിട്ട് എത്തിയത്. കുടുംബശ്രീയിലെ ADSൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ കുറേ നാളുകളായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് രാത്രി ഉറക്കമില്ല, ഇങ്ങനത്തെ വിഷമങ്ങളും ഇങ്ങനെ ആയപ്പം ആണ് ഞങ്ങളിങ്ങനെ മുന്നിട്ടിറങ്ങിയത്.
ഇന്ന് സ്വപ്നയ്ക്ക് 27 വയസ്സ്. 10 വർഷം നീണ്ട അവളുടെ ഇരുളടങ്ങിയ ജീവിതത്തിന് ഗിൽഗാൽ ആശ്വാസ ഭവൻ പ്രകാശം നൽകുകയാണ്. ഇന്ന് സ്വപ്ന ഇവിടെ സന്തോഷവതിയാണ്. ഇവിടെ ലഭിക്കുന്ന പരിചരണവും ചികിത്സയും അവളുടെ ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ്. ഞാൻ സ്വപ്നയുടെ ചേച്ചിയാണ്, പേര് മോഹിനി. ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. പക്ഷേ ഇവിടെ ഇപ്പം ഒരാഴ്ചയായി വന്നിട്ട്. ഞാനിവിടെ വന്നിപ്പം കണ്ടതിന് പക്ഷം അവൾ വളരെ സന്തോഷവതിയാണ്. ഈ സ്ഥാപനവുമായിട്ട് ഒത്തുപോകാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചിരിച്ച് കാര്യം പറഞ്ഞു. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അവളെ കണ്ടതിൽ. എൻ്റെ പേര് ഇന്ദിര. ഞാൻ 7-ാം വാർഡിൻ്റെ കുടുംബശ്രീയുടെ ADSൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്വപ്നയെ ഒരു 10-15 ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഈ ഗിൽഗാൽ ആശ്വാസ ഭവനിലേക്ക് എത്തിച്ചത്. അന്ന് കണ്ടതിൽ നല്ല മാറ്റമുണ്ട്. സ്വപ്നയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. നല്ല മാറ്റം. സ്വപ്നയ്ക്ക് ഇവിടെ ആശ്വാസ ഭവനുമായിട്ട് ജോലിച്ചു പോകാനാണ് താല്പര്യം. നല്ല രീതിയിൽ തന്നെ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളിലും ഗിൽഗാലുമായിട്ട് സഹകരിക്കുന്നുണ്ടെന്നും ഇവിടെ സംതൃപ്തിയാണെന്നും ഞങ്ങളെ അച്ഛനെ, അമ്മ, ചേച്ചി ഞങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അന്ന് കണ്ടതിന് നല്ല മാറ്റം. ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങളോടൊപ്പം തന്നെ നിന്ന് അവിടെ സമയം ചെലവഴിക്കാനും നല്ല രീതിയിൽ തന്നെ ചിരിച്ച് സംസാരിക്കുകയാണ്. അന്ന് നമ്മൾ കണ്ടതിൽ നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ കൊണ്ടിരുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ സൗമ്യയെ ഇവിടെ എത്തിച്ചത്. സൗമ്യ ഇങ്ങനെ ഒരു നല്ല ഒരു കുട്ടിയാക്കിയതിൽ ഞങ്ങൾക്ക് ഗിൽഗാലിനോടുള്ള അതീതമായ നന്ദി അറിയിക്കുകയാണ്. ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയവർ ഇവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ഗിൽഗാലിലുള്ള 400 മക്കളോടൊപ്പം സ്വപ്നയും ഈ കുടുംബാംഗവുമായി സ്വമനസ്സുകളുടെ സഹായത്താൽ 3 നേരം ആഹാരവും വസ്ത്രവും മരുന്നും കിടക്കയും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നൽകുവാൻ വലിയവനായ ദൈവം സഹായിക്കുന്നു. ഇതുപോലെ അനേകം പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായം ഉണ്ടാകണമേ. നന്ദി. ഗോഡ് ബ്ലെസ് യു.